ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. വെളുപ്പിന് 3 മണിയാണ് സമയം. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ഒരു രോഗി കോളിംഗ് ബെൽ അടിച്ചു. ഇത് 4ാം തവണയാണ്. യാതൊരു പരിഭവവുമില്ലാതെ രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ആ രോഗിയെ പരിചരിച്ചു. അപ്പോൾ തന്നെ മറ്റൊരു രോഗി അലറിക്കരഞ്ഞു. അവിടെയും ഈ നഴ്സ് അസ്വസ്ഥയായില്ല. രാത്രിയിലെ ഡ്യൂട്ടി അല്പം ബുദ്ധിമുട്ടാണ്. സ്റ്റാഫ് കുറവാണ്. ഡോക്ടറുടെ സേവനം വളരെ പരിമിതമാണ്. അങ്ങനെ അത്രയും ഗൗരവതരമായ ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അവൾ എപ്പോഴും പ്രാർത്ഥിക്കും. എപ്പോഴും ദൈവത്തിന് നന്ദി പറയും. നന്ദി ദൈവമേ. ദൈവാലയ കാവൽക്കാരായി ജോലി ചെയ്തിരുന്നവരുടെ ഗൗരവമായ ജോലിയെ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതി: അല്ലയോ രാത്രികാലങ്ങളിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നവരായി കർത്താവിൻ്റെ സകലദാസന്മാരുമായുള്ളവരെ, നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പിൻ. സങ്കീർത്തനങ്ങൾ 134 1-2 തിരുവചനങ്ങൾ. ഇന്ന് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും, ഒത്തിരി തിരക്കുള്ള ആളുകൾക്കും, രാത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ധ്യാനിക്കുവാൻ പറ്റിയ ഒരു വേദഭാഗമാണ് ഈ സങ്കീർത്തനം. കേവലം 3 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചാൽ, 3ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുവാനും വിനയത്തോടെ പ്രാർത്ഥിക്കുവാനും നന്മ ചെയ്യുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.